സോ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു സ്ഥിരത ഇല്ലാത്തത് കാരണം പലരും പാതി വഴിയിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിർത്തി പോകുന്നത്. സോ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു മതി എനിക്കിനി പറ്റില്ല, ഞാൻ ഇനി നിർത്താം, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് വന്നിരുന്നു ഏതെങ്കിലും എന്നെ മൊമെന്റിൽ? സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്ക് ഇപ്പോഴും സ്പോർട്സ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാനിപ്പോൾ എനിക്കൊരു പരിമിതി ഉണ്ടല്ലോ, പക്ഷേ ഞാൻ അതിനെ ഓവർകം ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇപ്പൊ ഈ ഒരു വഴിയിൽ മാമിന്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഇപ്പൊ ഓൾറെഡി ഒരു കോച്ച് ജോർജ് കുട്ടി സാറ് പറഞ്ഞു, ഇതുപോലെ ഒരിക്കലും ഒരാളാവില്ല, ഒന്നിലധികം ഒരുപാട് പേരുണ്ടാവും, കോച്ചായിട്ടുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഒരുപാട് പേരുണ്ടാവും. സോ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പാരൻസ്, എൻ്റെ പപ്പ അമ്മ, അവർ ഫുൾ സപ്പോർട്ടാണ്. അന്നും ഇന്നും എന്ത് കാര്യത്തിനും അവർ മുന്നിലുണ്ട്, എന്ത് സപ്പോർട്ടിനും മുന്നിലുണ്ട്, എന്തിനും തയ്യാറാണ് അവർ. പിന്നെ എൻ്റെ കോച്ചസ്, ഫസ്റ്റ് ജോർജ് കുട്ടി സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യലി കുറേ ബാക്കായിട്ടുള്ള കുറേ കുട്ടികൾ നമ്മുടെ ക്ലബിലുള്ളത്. പക്ഷേ പല കാര്യങ്ങളും സാറിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് ചിലവാക്കാം. സാറിന് നമ്മൾ ഫീസ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ പല കാര്യങ്ങൾക്കും സാറിൻ്റെ വീട്ടിൽ നിന്ന് മരം വരെ വെട്ടി നമ്മൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, സ്വന്തം മക്കളെ പോലെ കണ്ടിട്ടാണ്. പക്ഷെ സാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, 2 വർഷമായി സാറ് നമ്മളിന്ന് വിട്ട് പിരിഞ്ഞിട്ട്. പിന്നെ സാറിൻ്റെ ഒരു കോച്ചുണ്ട്, VA ജോർജ് സാർ എന്ന് പറഞ്ഞിട്ട്. സാറിൻ്റെ സപ്പോർട്ട്, സാർ ഇന്നും നമുക്കെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. ഈ ജോർജ് കുട്ടി സാറിൻ്റെ ഓർമ്മ ദിവസം നമ്മളൊരു കോമ്പറ്റീഷൻ തന്നെ വെച്ചിട്ട്, ഇപ്പം അത് മെയിനായിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്നത് ഈ VA ജോർജ് സാറാണ്. സാർ ഒരു 75+ ഒക്കെ ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. പിന്നെ പറയേണ്ട ആള് ഒരു ജോർജ് പി ജോസഫ് സാർ, സായിയുടെ കോച്ചായിരുന്നു. ലൈക്ക് മൈ ഫാദർ, അങ്ങനെയായിരുന്നു സാർ നമ്മോട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം നമുക്ക് സ്വന്തം മക്കളെ പോലെ കണ്ട് നമുക്ക് വേണ്ട പ്രാക്ടീസ് ചെയ്ത് കോമ്പറ്റീഷനുകൾക്ക് പോയാലും നമ്മളെ ടേക്ക് കെയർ ചെയ്ത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ പപ്പ എങ്ങനെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു അതുപോലെ എന്നെ കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ്. നമുക്ക് മറക്കാൻ കഴിയില്ല അവരെയൊന്നും. പിന്നെ അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ സായിലെത്തി ജോയ് സാറാണെങ്കിലും നിഷാ സാറാണെങ്കിലും സത്യാനന്ദ സാറാണെങ്കിലും പിന്നെ പല ക്യാമ്പുകളിൽ നമ്മൾ പരിചയപ്പെട്ട സാർമാരാണെങ്കിലും എല്ലാം നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് അവരുടെ നിന്ന് പോയിന്റ്സ്, നമുക്ക് കിട്ടുന്ന സ്കിൽസ് ഒക്കെ നമുക്ക് മെമ്മറബിൾ ആണ്. എന്നും നമുക്ക് എനർജിയാണ്. നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ പപ്പ അമ്മ അവരുടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഫുൾ ടീമിൻ്റെ കൂടെയും ഒരു മാനേജർ പോലെ എൻ്റെ അമ്മ കൂടെ ഉണ്ടാവും, കോർഡിനേറ്ററായിട്ട് കൂടെ ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, കൂടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന കഴിവുള്ള ഒരാൾ കൂടെ ആയിരുന്നു. സ്വന്തം മോൾക്ക് മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതില് എടുത്തു പറയാൻ 1-2 പേര് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള സ്പോർട്സിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ക്ലബിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല, കരിമ അത്ലറ്റിക് ക്ലബ്ബ്. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരാളാണ് ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ. അതുപോലെ ഒരു ബിബു മാത്യു, ഡെസിമോൾ കെ ഡൊമിനിക്, അങ്ങനെ കുറെ അധികം കുട്ടികളുണ്ട് ഞങ്ങളെ ആ കാലത്തുണ്ടായത്. അവർക്ക് കൂടുതൽ ആൾക്കാർ ഇന്ത്യക്ക് വേണ്ടി നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞ ആൾക്കാരാണ് അവരൊക്കെ. പിന്നെ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ്, അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഇന്നും അന്നും അവർ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. ആൻഡ് ഇപ്പം പേഴ്സണൽ ലൈഫ് കൊണ്ടുപോകണം, മുന്നോട്ട് കരിയറും കൊണ്ടുപോകണം. സോ ഇത് രണ്ടും ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറുണ്ടോ? തീർച്ചയായിട്ടും. ഫാമിലി ടൈം മാത്രമാണ്. എൻ്റെ പേഴ്സണൽ ടൈം എന്ന് പറയുന്നത് ആ ടൈം കഴിഞ്ഞ് അത് സ്റ്റോപ്പായി. ദെൻ ഫാമിലി ടൈമിലൊക്കെ എൻജോയ് ചെയ്തു. അപ്പൊ എൻ്റെതായ ടൈമും ഉണ്ട്, ഫാമിലി ടൈമും ഉണ്ട്. അത് നമ്മൾ മിങ്കിൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഫാമിലി നല്ല സപ്പോർട്ട്. തീർച്ചയായിട്ടും ഫാമിലി, ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും പാരന്റ്സും ഫുൾ സപ്പോർട്ടായിട്ട് ഇന്നും കൂടെ ഉണ്ട്. മാം, ഫാമിലിയെ കുറിച്ച്? ഹസ്ബൻഡ് 2 കുട്ടികള്. ഹസ്ബൻഡ് ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്നു. മോന് +1 ആയി, JSD ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്. മോള് 6th സ്റ്റാൻഡേർഡിലാണ്. രണ്ടാൾക്കും സ്പോർട്സിനോട് താല്പര്യമുണ്ട്. മോൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്, പിന്നെ ജാവലിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നടക്കുന്നു. മോള് ലോങ് ജമ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ഓടുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നു, സ്പോർട്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാം തന്നെയാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഗൈഡ് ചെയ്യുന്നത് ഞാനല്ല. ബാസ്കറ്റ്ബോൾ ഒരു സെപ്പറേറ്റ് കോച്ച് ഉണ്ടായിരുന്നു. ജാവലിൻ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് കോച്ചിന്റെ അടുത്തേക്ക് ഞാൻ ആക്കിയിട്ടില്ല. കുറച്ച് സ്കിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. തീർച്ചയായിട്ടും എന്നെക്കാളുപരി അവരുടെ ഫാദറാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ആൾക്ക് ഭയങ്കര താല്പര്യമാണ് ഇതിനോടൊക്കെ. കുട്ടികൾ ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം എന്നാണ് മൂപ്പരുടെ താല്പര്യം. ഇപ്പം കേരളത്തിനെ അതുപോലെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തു ഇത്രയും ഒരു അത്ലറ്റിക് ആയിട്ടിരിക്കുമ്പോഴും ഏറ്റവും മനസ്സിൽ മെമ്മറബിൾ ആവുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു
നിമിഷം. ലൈക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും ത്രൂ ആയിട്ട് നമ്മൾ ചെറുപ്പം മുതൽ ഇത്രയും വലിയൊരു കരിയറിൽ എത്തി നിൽക്കുകയാണ്. സോ അതില് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ് പ്രഷ്യസ് മൊമെന്റ്? ഫസ്റ്റ് എനിക്ക് ഏഷ്യൻ മീറ്റ് മെഡൽ എന്ന സംഭവം തന്നെയാണ്. അതോടൊപ്പം നിൽക്കുന്നതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ച സ്കൂളിൽ, അതായത് 10th പാസ്സായി വന്ന സ്കൂളിൽ 25 years കഴിഞ്ഞിട്ട് അവർ സ്കൂളിലെ ആനിവേഴ്സറിക്ക് എനിക്കൊരു സ്വീകരണം തന്നു. അന്ന് എന്നെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും അവര് ശരിക്കും ഞാൻ എന്നെ കാണുന്നതിനേക്കാൾ അപ്പുറം അവരെന്നെ കണ്ടിരുന്നു എന്ന് തോന്നും. അതായത് ഞാൻ എങ്ങനെ നിന്നിരുന്നു, ഞാൻ എങ്ങനെ ആക്ട് ചെയ്തിരുന്നു, ഞാൻ എങ്ങനത്തെ കുട്ടിയായിരുന്നു, എന്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു, അങ്ങനെ ഫുൾ കാര്യം അന്ന് അവരോട് പറഞ്ഞിരുന്നു, അവരുടെ സ്പീച്ചിൽ പറഞ്ഞിരുന്നു. അത് ഭയങ്കര ഒരു മെമ്മറബിൾ മൊമെന്റ് തന്നെയായിരുന്നു എനിക്ക്. സ്കൂളിൽ ടീച്ചർ ഉണ്ടായിരുന്നു, മൗളി ടീച്ചർ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു അന്ന്. ഇന്നും അതെ. ടീച്ചർ ഇന്ന് ഓസ്ട്രേലിയയിലുള്ളത് മക്കളുടെ കൂടെ. പക്ഷെ അവിടെ തന്നെ വിളിക്കും, കോണ്ടാക്ട് ചെയ്യും, എന്നിട്ട് എന്തായി മോളെ, ഇനി അടുത്ത മീറ്റ് ഏതാണ്, പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ഇനി മുന്നോട്ട്, അതായത് അടുത്ത മത്സരങ്ങൾ, പുതിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഇനി പുതിയ മീറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇനി വരുന്നത് November 5th തൊട്ട് 9th വരെ നെക്സ്റ്റ് ഏഷ്യൻ മീറ്റ് ആണ്. അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അതിന്റെ തയ്യാറെടുപ്പുകളിലാണ്. എവിടെ വെച്ചിട്ടാണ്? ചെന്നൈയിൽ വെച്ചാണ്. ഓക്കെ. ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് മാമിനെ പറയുന്നത് ലൈക്ക് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരിക്കലും അടങ്ങിയിരിക്കേണ്ട ആൾക്കാരല്ല എന്നുള്ളത്. അപ്പം ഇനിയുള്ള സ്ത്രീകളോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഇന്ന് ഞാൻ പറയുന്നത് അത് തന്നെയാണ്. സ്ത്രീകൾ അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. അവർ ചെറിയ വിളിച്ച് പറക്കട്ടെ. അവർ കുറേ വർക്കുകൾ അവർക്ക് ഉണ്ടാവും. മീൻസ് ഫാമിലി ഉണ്ട്, പേരൻസ് ഉണ്ട്, അവരുടേതായ ഡ്യൂട്ടീസ് അവർ മറന്നിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷെ അവർ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. അവർ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ കഴിവുകളുണ്ട്. അതിങ്ങനെ അടക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളത് പുറത്തെടുക്കാം. കുട്ടികളിലൂടെ ആണെങ്കിലും ഇപ്പം കുറേ ചാൻസസ് ഉണ്ടല്ലോ, കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്, അതിലൊക്കെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, പണ്ട് ചില ആൾക്കാർക്ക് ചെറുതിലെ ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അന്നത്തെ സാധ്യത പറ്റിയെന്ന് വരില്ല. ഇന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സാധിക്കട്ടെ. അതിൽ പല കഴിവുകളും, വരയ്ക്കുന്നവരുണ്ടാവും, പാടുന്നവരുണ്ടാവും, സ്പോർട്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടാവും. ഇപ്പം എൻ്റെ കൂടെ കുറേ ഒന്നും ചേച്ചിമാരുണ്ട്, അവർക്ക് ചെറുതിൽ അത്ര അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അവർ പെർഫോമൻസ് ആണ്, സ്പോർട്സിലൊക്കെ അവർ പറന്ന് നടക്കുകയാണ്. അങ്ങനെ ആരും അങ്ങനെ അടങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. അവരൊരു ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് പോകണം. അത് ഫാമിലി ഓറിയന്റഡ് ആയിരിക്കണം. അവരുടെ പ്രശ്നമാണെങ്കിൽ കൂടെ നമ്മുടെ ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അതാണ്. സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരും. ഇപ്പൊ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം. ഇതിന് പുറമെ ഒരുപാട് ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും അതോറിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഏരിയകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇതിന് പുറമെ മറ്റേതെങ്കിലും സംഘടനകളോ ഒക്കെ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു? ഇതില് മാസ്റ്റേഴ്സ് മീറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ മിനിസ്ട്രിയിൽ നല്ല സ്പോർട്സ് കൗൺസിൽ അങ്ങനെ കാര്യങ്ങളൊന്നും വല്ല സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും നമ്മൾ സെൽഫ് ഫിനാൻസിങ് എല്ലാം നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. നമ്മൾ യാത്ര ആണെങ്കിലും എല്ലാ കാര്യം നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. അപ്പൊ അതിന് കൂടുതൽ സ്പോൺസേഴ്സ് ആണ് വരുന്നത്. കഴിഞ്ഞ ഏഷ്യൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, 10th ബാച്ചിലെ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി, പിന്നെ കാർഡിയ ഹെൽത്ത് സൊല്യൂഷൻ, അവർ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല എൻ്റെ സിസ്റ്റർ, അങ്ങനെ കുറച്ച് കാര്യം സപ്പോർട്ട് ചെയ്താണ് ഞാൻ പോകാൻ പറ്റിയത്. അങ്ങനെയുള്ള സ്പോൺസേഴ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ നമുക്ക് ഇപ്പൊ ഈ മാസ്റ്റേഴ്സിനെ വല്ലാണ്ട് സ്റ്റേറ്റ് കൗൺസിൽസും വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി മാമിന് ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു പോയിന്റ് അല്ലെങ്കിൽ ഒരു വലിയ ആംബിഷൻ ആയിട്ട് മാം മുന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്? സാധിക്കുമെന്ന് അറിയില്ല. വേൾഡ് മീറ്റ് ആണ് മനസ്സിലുള്ളത്. ഏഷ്യൻ മീറ്റ് കഴിഞ്ഞാല് വേൾഡ് മീറ്റിലേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് മെഡൽ വരാൻ ചാൻസ് കുറവാണ് എന്റെ പെർഫോമൻസ് വെച്ചിട്ട്. പക്ഷെ മനസ്സിലെ ആഗ്രഹം അതാണ്. നടക്കട്ടെ, അത് ഞങ്ങളുടെ കൂടി വിശ്വാസം. താങ്ക് യു. സോ ബീയിങ് എൻ അത്ലറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ യങ് ജനറേഷൻ, അതുപോലെ അപ്കമിങ് അത്ലറ്റ്സ് ആൻഡ് ഓൾസോ സൊസൈറ്റി, ഇവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ കാലത്തെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലം. അതായത് കുറേ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്, നല്ല കോച്ചസ് ഉണ്ട്, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, നല്ല അതോറിറ്റി ഉണ്ട്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കുട്ടികളെ ഇപ്പോഴത്തെ കാലത്തെ ഡ്രഗിൻ്റെയും ഒക്കെ പുറകെ പോകാതെ അവർ മാക്സിമം അത് എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക. അത് ചില നല്ല കോച്ചസ് ഉണ്ട്, അവർ നല്ല കണ്ടന്റ് ഉണ്ടാവും, പക്ഷെ കുട്ടികൾക്ക് താല്പര്യമില്ല. അത് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക. കുട്ടികളിങ്ങനെ കഴിവുകളിങ്ങനെ ഒതുക്കി വെക്കാതെ
ആ കോച്ചസിൻ്റെ സപ്പോർട്ടോടു കൂടി താല്പര്യത്തോടു കൂടി പുറത്തേക്ക് വന്ന് നല്ല അക്കാഡമിക് ആക്കുക, നല്ല പെർഫോമൻസ് ആക്കുക, ഈ ആവശ്യമില്ലാത്ത മേഖലയിലേക്കൊന്നും കടന്നു ചെല്ലാതെ നല്ല ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ ശ്രമിക്കുക. അതെനിക്ക് നല്ല കുട്ടികളോട് പറയാനുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഇപ്പം ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും വീട്ടിൽ, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ പലരും കണ്ടിട്ടുണ്ട്, അവരൊന്നും റെസ്പെക്റ്റ് ഇല്ല. മാത്രമല്ല പല കുട്ടികൾ കണ്ടു വളരുന്ന അതായിരിക്കും, ഗ്രാൻഡ് പാരൻസിനെ റോട്ടിൽ നിർത്തിയിട്ട് പോവുക, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുക. അങ്ങനെയൊന്നും ആ ഒരു രീതി തന്നെ മാറ്റിയെടുക്കാൻ ഇപ്പോഴത്തെ നമ്മൾ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ട് നീഡ് ആവശ്യമുള്ളവരെ എടുക്കുക. നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ അവർക്ക് കഴിയുള്ളൂ ഇനി. ഓക്കെ, അതാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. ആൻഡ് ഇപ്പം അടുത്തതായിട്ട് ഇനി മാമിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ മീറ്റ്, അതും ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ ചെന്നൈയിലാണെന്നും പറഞ്ഞു. സോ നമ്മളെ പോലെ മാമിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം മാം അതിൽ ഗോൾഡ് വിന്ന് ചെയ്യാന്നുള്ളത് തന്നെയാണ്. സോ അതിനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഓൾ ദി വെരി ബെസ്റ്റ്. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു.